ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മൾ ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ആമുഖമായിട്ടുള്ള ഭാഷ്യമാണ് ഇന്നലെ ശ്രദ്ധിച്ചത്. അപ്പോൾ ആ ഭാഗം ഒന്നുകൂടി വായിച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്തിൻ്റെ അർത്ഥം പറയാം. ശാന്തിമന്ത്രം ചൊല്ലിയിട്ട് നോക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഈശാവാസ്യം ഇത്യാദയഃ മന്ത്രാഃ വായിച്ചൂടെ? ഒന്നുകൂടി വായിക്കാം കേട്ടോ, ഒന്നുകൂടി തുടങ്ങാം. ഈശാവാസ്യം ഇത്യാദയഃ മന്ത്രാഃ കർമ്മസു അവിനിയുക്താഃ തേഷാം അകർമ്മശേഷസ്യ ആത്മനഃ യാഥാത്മ്യപ്രകാശകത്വാത്. യാഥാത്മ്യം ച ആത്മനഃ ശുദ്ധത്വ അപാപവിദ്ധത്വ ഏകത്വ നിത്യത്വ അശരീരത്വ സർവഗതത്വാദി വക്ഷ്യമാണം. തച്ച കർമ്മണാ വിരുദ്ധ്യേത ഇതി യുക്ത ഏവ യേഷാം കർമ്മസു അവിനിയോഗഃ നഹി ഏവം ലക്ഷണം ആത്മനഃ യാഥാത്മ്യം ഉത്പാദ്യം വികാര്യം ആപ്യം സംസ്കാര്യം കർത്തൃഭോക്തൃരൂപം വാ യേന കർമ്മശേഷത സ്യാത്. സർവാസാം ഉപനിഷദാം ആത്മയാഥാത്മ്യനിരൂപണേന ഏവ ഉപക്ഷയാത്. ഗീതാനാം മോക്ഷധർമാണാം ച ഏവം പരത്വാത്. തസ്മാത് ആത്മനഃ അനേകത്വ കർത്തൃത്വ ഭോക്തൃത്വാദി ച അശുദ്ധത്വ അപാപവിദ്ധത്വാദി ച അശുദ്ധത്വ പാപവിദ്ധത്വാദി ച ഉപാദായ
ലോകബുദ്ധിസിദ്ധം കർമാണി വിഹിതാനി. ശരി, അപ്പോൾ ഇവിടെ എവിടേക്കാണ് സന്ധി വരുന്നത് എന്ന് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഈശാവാസ്യം ഇത്യാദയഃ മന്ത്രാഃ കർമ്മസു അവിനിയുക്താഃ തേഷാം അകർമ്മശേഷസ്യ ആത്മനഃ. അവിടെ അകർമ്മശേഷസ്യ ആത്മനഃ എന്ന് വരും. നിങ്ങളുടെ ഗീതാപ്രസിൻ്റെ ബുക്കിൽ കുറേയൊക്കെ ഛേദിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്, എന്നാലും കുറേ സന്ധികൾ വരുന്നുണ്ട്. അപ്പോൾ അകർമ്മശേഷസ്യ ആത്മനഃ എന്നുള്ളിടത്ത് ദീർഘം വരും. അകർമ്മശേഷസ്യ ആത്മനഃ, ആത്മനഃ യാഥാത്മ്യപ്രകാശകത്വാത് എന്നുള്ളിടത്ത് ആത്മനോ എന്നാവും. സന്ധിയൊന്നും ഇപ്പം ഞാൻ പറയാൻ നിൽക്കണില്ല, പറയണമെന്നുണ്ടെങ്കിലും പറയുകയും ചെയ്യാം. അകസ്സവർണേ ദീർഘ വന്നിട്ട് അകർമ്മശേഷസ്യ ആത്മനഃ എന്നാവും. ആത്മനഃ യാഥാത്മ്യ എന്നുള്ളിടത്ത് വിസർഗസന്ധി വരും. ഹശിച്ച വന്നിട്ട് അവിടെ ഊന്നായിട്ട് തീരും. പിന്നെ യാഥാത്മ്യം ച ആത്മനഃ, അവിടെയും ദീർഘസന്ധി തന്നെയാണ് വരുന്നത്. ആത്മനഃ ശുദ്ധത്വാപാപവിദ്ധത്വ ഐകത്വ നിത്യത്വ ശരീരത്വ സർവഗതത്വാദി എന്നുള്ളത് ഒറ്റ വാക്കാണ്, സമസ്ത പദമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു. ശുദ്ധത്വ നമ്മൾ ഛേദിച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ വായിക്കാം. അല്ലാതെ ഇത് ഛേദിക്കാൻ പാടില്ല എന്നാണ് അങ്ങനെ നിഷ്ഠയോട് കൂടിയിട്ട് ഉള്ള ആചാര്യന്മാർ പറയുക. ഛേദിക്കാൻ പാടില്ല എന്നാണ് പറയുക. പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഛേദിച്ച് വായിക്കും, കുഴപ്പമില്ല. ശുദ്ധത്വ അപാപവിദ്ധത്വ ഏകത്വ നിത്യത്വ അശരീരത്വ സർവഗതത്വാദി പക്ഷിമാണം. തച്ച എന്താണ് ഈ തച്ച? തച്ച തത്ത് ച, തത്ത് ച ആണ് തച്ച. സന്ധി സ്തോഹോശ്ചുനാശ്ചു അല്ലേ. തച്ച കർമ്മണ വിരുദ്ധ്യേത ഇതി, വിരുദ്ധ്യേത ഇതി വിരുദ്ധ്യേതേതി ഗുണസന്ധി വരും. ഇതി യുക്ത ഏവ യേഷാം കർമ്മസു അവിനിയോഗഃ. കർമ്മസു അവിനിയോഗഃ അവിടെ സന്ധി വരുന്നുണ്ടല്ലോ, ഇക്കോയണിച്ച് അല്ലേ. കർമ്മസു അവിനിയോഗഃ അതൊക്കെ ഉണ്ട്, കുറേയൊക്കെ ഞാൻ ഒഴിവാക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട മാത്രം പറയാം. സർവാസാം ഉപനിഷദാം പിന്നെന്താണ്? യാഥാത്മ്യം ച ആത്മനഃ നഹി, അതിനിടയ്ക്ക് വരുന്നുണ്ട് അല്ലേ. നഹി ഏവം ലക്ഷണം ആത്മനഃ യാഥാത്മ്യം ഉത്പാദ്യം ആപ്യം, ഉത്പാദ്യം വികാര്യം ആപ്യം സംസ്കാര്യം കർത്തൃഭോക്തൃരൂപം വാ യേന കർമ്മശേഷത സ്യാത്. അവിടെ സന്ധികാരിയായിട്ടൊന്നും വന്നിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. സർവാസാം ഉപനിഷദാം ആത്മയാഥാത്മ്യ നിരൂപണേന ഇവ. ഛേദിക്ക് എങ്ങനെയാണ്? ആത്മയാഥാത്മ്യ നിരൂപണേന ഇവ. എങ്ങനെയാ ഛേദിക്കുക? ആത്മയാഥാത്മ്യ നിരൂപണേന ഏവ. സന്ധി ഏതാന്നുള്ളത് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഏത് സന്ധിയാണ്? വൃദ്ധി, വൃദ്ധിരാതയിച്ചല്ല, വൃദ്ധിരേചി. വൃദ്ധിസന്ധി വന്നിട്ട് നിരൂപണേന ഇവ നാം. ഉപക്ഷയാത് ഗീതാനാം മോക്ഷധർമാണാം ച ഏവം പരത്വാത്. തസ്മാത് ആത്മനഃ അനേകത്വ കർത്തൃത്വ ഭോക്തൃത്വാദി ച അശുദ്ധത്വ പാപവിദ്ധത്വാദി ച ഉപാദായ ലോകബുദ്ധിസിദ്ധം കർമാണി വിഹിതാനി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഉപനിഷത്ത് ഭാഗമാണ് ഇനി വരാൻ പോകുന്നത്. ഈ ഭാഗം കർമ്മത്തിൽ വിനിയോഗിക്കാൻ തക്കതായിട്ടുള്ളതല്ല. കർമ്മം എപ്പോഴും ആത്മാവിൻ്റെ എന്ന് വെച്ചാൽ കർമ്മം ചെയ്യുന്ന അല്ലെങ്കിൽ ലോകബുദ്ധിസിദ്ധമായിട്ടുള്ള കർത്തൃത്വത്തെയും ഭോക്തൃത്വത്തെയും പിന്നെ അശുദ്ധത്വം പാപവിദ്ധത്വം തുടങ്ങിയിട്ടുള്ളവയെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ടാണ് വേദം കർമ്മങ്ങളെ വിധിച്ചിരിക്കുന്നത്. പക്ഷേ ഇനി വരാൻ പോകുന്ന ഭാഗത്ത് പറഞ്ഞിട്ടുള്ളതാവട്ടെ അത്തരത്തിലുള്ളൊരു വിഷയമല്ല. മറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആത്മാവിൻ്റെ യാഥാത്മ്യത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആത്മാവിൻ്റെ യാഥാത്മ്യം? ശുദ്ധം അപാപവിദ്ധം അല്ലേ, ഏകം നിത്യം അശരീരം സർവഗതം തുടങ്ങിയിട്ടുള്ള ഗുണങ്ങളോടൊത്തിട്ടുള്ള അല്ലെങ്കിൽ വിശേഷണങ്ങളോടൊത്തിട്ടുള്ളതാണ് ആത്മാവിൻ്റെ യാഥാത്മ്യം. യാഥാത്മ്യം എന്ന് പറഞ്ഞാൽ സ്വരൂപം. ആത്മസ്വരൂപം എന്നുള്ളത് ഒരിക്കലും കർമ്മവുമായിട്ട് സംബന്ധപ്പെടുന്നതല്ല. അങ്ങനെയുള്ള ആത്മാവിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്ന മന്ത്രങ്ങൾ വെളിപ്പെടുത്തുന്നത്. ആത്മാവിനെയാണ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ മന്ത്രങ്ങൾക്ക് കർമ്മ വിനിയോഗം ഇല്ല, കർമ്മത്തിലല്ല ഇതിൻ്റെ വിനിയോഗം. പിന്നെ
കർമ്മത്തിലല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മന്ത്രങ്ങൾക്ക് പിന്നെ എന്താണ് പ്രസക്തി ചോദിച്ചാൽ എന്താണ് പ്രസക്തി? കർമ്മത്തിൽ വിനിയോഗിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ പിന്നെ എന്താ മന്ത്രത്തിന് പ്രസക്തി എന്നാണ്. പൂർവമീമാംസകൻ പറയുന്നത് എന്താണ്? ആംനായസ്യ ക്രിയാർത്ഥത്വാത് ആനർത്ഥക്യം അതദർത്ഥാനാം എന്നാണ് പൂർവമീമാംസകൻ പറയുന്നത്. ആംനായസ്യ ക്രിയാർത്ഥത്വാത്, ആംനായം വേദം, വേദം നിലകൊള്ളുന്നത് ക്രിയാർത്ഥമായിട്ടാണ്. കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് വേദത്തിൻ്റെ പ്രയോജനം. ഇതാണ് പൂർവമീമാംസകൻ പറയുന്നത്. അപ്പോൾ കർമ്മത്തിൽ വിനിയോഗിക്കാത്ത മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയുള്ളതാണ്? അനർത്ഥകമായിട്ടുള്ളതാണ്. ആനർത്ഥക്യം അതദർത്ഥാനാം, അതദർത്ഥാനാം, കർമ്മപരമല്ലാത്ത മന്ത്രങ്ങളുണ്ടെങ്കിൽ അവ അനർത്ഥകമായിട്ടുള്ളതാണ്. ഒന്നുകിൽ അത് അർത്ഥവാദപരമായിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ സ്തുതിപരമായിട്ടുള്ളതായിരിക്കാം. ഈ വിധത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്നാണ് പൂർവമീമാംസകൻ പറയുന്നത്. അപ്പം നമ്മളും ആലോചിക്കുകയാണ്, ഈ മന്ത്രങ്ങൾ, ഈശാവാസ്യം തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങൾ കർമ്മത്തിൽ വിനിയോഗിക്കേണ്ടതല്ല എന്ന് വെച്ചാൽ പിന്നെ ഇതുകൊണ്ട് എന്താ പ്രയോജനം? എന്താ പ്രയോജനം? എന്താ പ്രയോജനം? കർമ്മത്തിൽ വിനിയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പറ്റുക ഈ മന്ത്രങ്ങൾ എന്നാ ചോദ്യം. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ. അപ്പോൾ വാക്യങ്ങൾക്ക് തന്നെ രണ്ട് തരത്തിലുള്ള പ്രയോജനമുണ്ട്, രണ്ട് വിധത്തിലുള്ള പ്രയോജനം വാക്യങ്ങൾക്കുണ്ട്. ഒന്ന്, നമ്മൾ എന്തെങ്കിലും കർമ്മത്തിൽ പല തരത്തിലുള്ള പ്രയോജനം പറയും, പല തരത്തിലുള്ള ശക്തി പറയും. ഇവിടെ പറയുന്നത് നമുക്ക് ഒരു കാര്യം ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രേരണ, വിധിപരമായിട്ടുള്ള വാക്യങ്ങളുണ്ട്. വിധി നിഷേധപരമായിട്ടുള്ള, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് വിധിപരമായിട്ടുള്ള വാക്യങ്ങളാണ്, ക്രിയാപരമായിട്ടുള്ള വാക്യങ്ങൾ. അതുകൂടാതെ നമുക്ക് അറിവിനെ നൽകുന്ന തരത്തിലുള്ള വാക്യങ്ങളും ഉണ്ട്. ഒരു തെറ്റിദ്ധാരണ നീക്കാൻ എപ്പോഴും ശരിയായിട്ടുള്ള അറിവ് കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അപ്പം ജ്ഞാപകമായിട്ടുള്ള വാക്യങ്ങളാണ് ഈ വാക്യങ്ങൾ. ഈശാവാസ്യം തുടങ്ങിയിട്ടുള്ള വാക്യങ്ങൾ ജ്ഞാപകമായിട്ടുള്ളതാണെന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആത്മാവിൻ്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നവയാണ് ഈ വാക്യങ്ങൾ. അങ്ങനെ ഒരു ശക്തി കൂടി വാക്യത്തിനുണ്ട്, അങ്ങനെ ഒരു പ്രയോജനവും കൂടി വാക്യത്തിനുണ്ട്. ഉദാഹരണം ഇന്നലെ നമ്മൾ പറഞ്ഞു. എന്താണ് ഉദാഹരണം പറഞ്ഞത്? ദശമസ്ത്വമസി എന്നുള്ള വാക്യം അല്ലേ? ദശമസ്ത്വമസി എന്നുള്ള വാക്യത്തിൽ അത് കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു വാക്യമല്ല, പക്ഷേ നിഷ്പ്രയോജനമൊട്ട് അല്ലതാണ്, പ്രയോജനകരമായിട്ടുള്ള വാക്യമാണ്. എന്ത് പ്രയോജനമാണ് ആ വാക്യം കൊണ്ട് ഉണ്ടാവുന്നത് ചോദിച്ചാൽ, പത്താമനെ കാണുന്നില്ല എന്നുള്ള തെറ്റിദ്ധാരണ നീങ്ങി അഹം ദശമഹ എന്നുള്ള ബോധം ഉണ്ടാക്കി. മനസ്സിലായില്ലേ? ദശമൻ ഇല്ല എന്നുള്ള തെറ്റിദ്ധാരണ നീങ്ങുകയും ആ ദശമനായിട്ടുള്ള ആൾ ഞാനാണെന്ന് ബോധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ബോധകത്വമുള്ളവയാണ് ഈ വാക്യങ്ങൾ. ആത്മാവിൻ്റെ സ്വരൂപത്തെ അഹമസ്മി ആത്മാ, അഹമസ്മി പൂർണ്ണഹ എന്നുള്ള ബോധ്യത്തെ ഉണ്ടാക്കുന്നവയാണ് ഈ വാക്യങ്ങൾ. ഇതാണ് ഈ വാക്യത്തിൻ്റെ പ്രയോജനം. അപ്പോൾ ബോധ്യം ഉണ്ടായത് കൊണ്ട് എന്താ കാര്യം ചോദിച്ചാൽ, ബോധ്യമില്ലാത്തതാണ് പ്രശ്ന കാരണം എന്നുള്ളത് കൊണ്ട് ഒറ്റ ആവശ്യമുള്ളൂ പ്രശ്നം നീങ്ങാൻ, ബോധ്യം ഉണ്ടാവുക എന്നുള്ളത്. അതാണ് ബോധകമായിട്ടുള്ള വാക്യങ്ങളുടെ പ്രയോജനം. പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം ബോധമില്ലാത്തതാണ്. എന്ത് ബോധമില്ലാത്തത്? അഹമാത്മാ സച്ചിദാനന്ദ സ്വരൂപ പൂർണ്ണ എന്നുള്ള ബോധ്യമില്ലാത്തതാണ് എന്തിനുള്ള കാരണം? സംസാരത്തിനുള്ള കാരണം. പരിമിത ഭ്രമത്തിനും അതിൻ്റെ ഫലമായിട്ടുള്ള അതൃപ്തിക്കും എല്ലാം കാരണമായിട്ടുള്ളത്, അഥവാ ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക ഭാഷ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ സംസാര കാരണമായിട്ടുള്ളത് എന്താണ്? ആത്മജ്ഞാനമില്ലായ്മയാണ്. അല്ലാതെ അഹം അപൂർണനായിട്ടല്ല, ഞാൻ അപൂർണനായതുകൊണ്ടല്ല എനിക്ക് സംസാരം. പക്ഷെ ഇപ്പം എൻ്റെ പ്രവൃത്തികൾ കാണുമ്പോൾ അപൂർണനാണ് ഞാൻ എന്നുള്ള ബോധ്യത്തിലിരുന്നു കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വിചാരിക്കുക എന്ന് വെച്ചാൽ, ഞാൻ അപൂർണനാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അപൂർണനാണ്. ദേശം കൊണ്ടും കാലം കൊണ്ടും ഒക്കെ പരിമിതമായിട്ടുള്ള ഭാവമാണ് എനിക്ക് എന്നിലും മനസ്സിലാക്കാൻ പറ്റുന്നത്.
പലതരത്തിലുള്ള അപൂർണതകൾ. ഒന്നും എൻ്റെ നിയന്ത്രണത്തിലല്ല നിൽക്കുന്നത്, അല്ലെ? ഒരു കാര്യം ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ എൻ്റെ മനസ്സും ശരീരവും പോലും എൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല. ബാക്കി കാര്യങ്ങൾ എന്നിട്ടല്ലേ, പ്രപഞ്ച ശക്തികളൊന്നും നിയന്ത്രിക്കാൻ പറ്റണില്ല, കർമ്മത്തെ നിയന്ത്രിക്കാൻ പറ്റണില്ല. ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ് എനിക്ക് അനുഭവമായിട്ട് വരുന്നത്. പക്ഷേ എപ്പോൾ ഏത് കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. അതൊക്കെ ഏതോ ഒരു എന്താ പറയുക നിയതിയുടെ ഭാഗമായിട്ട് വന്നു ചേരുന്നതാണ്. അപ്പോൾ ആകെ കൂടി അസ്വതന്ത്രനായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ പരിമിതികളായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. മാത്രമല്ല, മരണം എന്നുള്ള യാഥാർത്ഥ്യം മുന്നിലുണ്ട്. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഏതോ കർമ്മപ്രേരണയ്ക്ക് വശമായിട്ട് വീണ്ടും ജനിക്കണം. ജനിച്ചാലോ വീണ്ടും അതൃപ്തി. എന്തൊക്കെ നേടിയാലും, അങ്ങേയറ്റം ചക്രവർത്തി സാർവഭൗമനായാൽ പോലും അവിടെയും അതൃപ്തി അവശേഷിക്കുന്നു. എന്താ അതൃപ്തി? തന്നെക്കാൾ വലിയൊരാള് ഇന്ദ്രന്റെ കഥ കേട്ട് ചക്രവർത്തി സാർവഭൗമനായിട്ട് ഇങ്ങനെ സിംഹാസനത്തിൽ എല്ലാവരെയും ജയിച്ചു എന്നുള്ള അഭിമാനത്തോട് കൂടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇന്ദ്രന്റെ കഥ കേട്ടത്. അപ്പം താരതമ്യമായി, ഇതിനേക്കാട്ടിലും വലിയൊരു സ്ഥാനം അവിടെ ഉണ്ടോ എന്നുള്ള താരതമ്യം വരികയായി. അപ്പം വീണ്ടും എന്തായി? ആ താരതമ്യം വരുമ്പോൾ എനിക്ക് അത്ര ഇല്ലല്ലോ എന്നാണ്. അപ്പോഴേക്ക് വീണ്ടും സംസാരി തന്നെയായി. അപ്പം എന്തൊക്കെ ഈ ലോകത്തിൽ നേടാൻ പറ്റിയാലും അവസാനം എന്ത് ശേഷിക്കുന്നുണ്ട്? ആ പരിമിതത്വം എന്നുള്ളത് ഒരിക്കലും നീങ്ങി പോകുന്നില്ല. പരിമിതത്വം അവിടെ തന്നെ ശേഷിക്കുകയാണ്. അപ്പം ആ പരിമിത ഭാവത്തിൽ നിന്നും മുക്തമാവുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോ പ്രവൃത്തിയുടെയും പ്രചോദന ശക്തിയായിട്ട് നിലകൊള്ളുന്ന കാര്യം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അതുകൊണ്ട് നേടാൻ ഉദ്ദേശിക്കുന്നത് അഹം അപൂർണ, അഹം അസ്വതന്ത്ര, എന്തിനാലൊക്കെയോ നിയന്ത്രിക്കപ്പെടുന്ന ഇത്തിരി പോകുന്ന ഒരു ആളാണ് ഞാൻ എന്നുള്ള പരിമിത ബോധത്തിൽ നിന്നുണ്ടാവണം. പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളെക്കുറിച്ച് എന്താ വിചാരിക്കുക? ഞാൻ പരിമിതൻ തന്നെയാണ്, അല്ലേ? ഈ ശരീരം എടുത്ത് ഇവിടെ വന്നു, ഈ ശരീരത്തിൻ്റെ പരിധിയിൽ ഒതുങ്ങുന്ന ഒരു വ്യക്തിത്വം മാത്രമേ എനിക്കുള്ളൂ, ഇതിനപ്പുറത്തേക്കൊരു വ്യക്തിത്വം എനിക്കില്ല എന്നാണ് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പരിമിതി നീക്കിയാൽ മാത്രമേ എനിക്ക് സ്വതന്ത്രനാവാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെ നീക്കാനായിട്ട് പരിശ്രമങ്ങൾ ചെയ്യും. അങ്ങനെ 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 ചിത്തശുദ്ധിയൊക്കെ ആർജിച്ച് ഏതെങ്കിലും സത്സംഗമൊക്കെ ശ്രവിക്കാനിടയാവുമ്പോഴാണ് നമ്മൾ എന്ത് കേൾക്കാൻ പോകുന്നത്? തത്വമസി എന്ന് കേൾക്കാൻ പോകുന്നത്. എന്താ അർത്ഥം? നീ തന്നെയാണ് ആ പൂർണ്ണസ്വരൂപമായിട്ടുള്ളത്. നീ ഇനിയിപ്പോൾ പൂർണ്ണനാവേണ്ട ആവശ്യമില്ല, സ്വതവേ പൂർണ്ണസ്വരൂപമാണ്. പരിമിതികളൊക്കെ ഉപാധികളുമായിട്ട് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ശരീരവുമായിട്ട് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും പരിമിതിയുണ്ട്. ഇന്ദ്രിയങ്ങളുടെ പരിധി, ഇന്ദ്രിയങ്ങളുമായിട്ട് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ പരിമിതിയുണ്ട്. മനസ്സുമായിട്ട് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ പരിമിതിയുണ്ട്. ബുദ്ധിയായിട്ട് ചേർത്ത് മനസ്സിലാക്കുമ്പോഴും പരിമിതിയുണ്ട്, അല്ലേ? ഇനി സമഷ്ടി ബുദ്ധിയായിട്ട് ചേർത്ത് മനസ്സിലാക്കിയാലോ അപ്പോഴും ഉണ്ട് പരിമിതി. സമഷ്ടി എന്താ പറയുക, സമഷ്ടിയുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കിയാലും അവിടെയും പരിമിതി അവശേഷിക്കുകയാണ്. അപ്പോൾ ആ പരിമിത ഭാവത്തോട് കൂടിയിട്ട് തന്നെ മനസ്സിലാക്കുന്നിടത്തോളം കാലം പരിമിതിയിൽ നിന്നും മുക്തനാവണം എന്നുള്ള ആ ഒരു ത്വരയുണ്ട്, അതിനായിട്ടുള്ള പരിശ്രമമുണ്ട്. പക്ഷേ ശാസ്ത്രം എന്ത് പറയണു? ഈ ഉപാധി സംബന്ധം ഇല്ലാത്ത ഒരു ഭാവം നിന്നിലുണ്ട്. അത് തിരിച്ചറിയാത്തതാണ് പ്രശ്നം. ഉപാധിയോട് ചേർന്നവനാണെന്നുള്ള ധാരണയോട് കൂടിയിട്ടാണ് ജനിച്ചു വന്നിട്ടുള്ളത്. ആ ധാരണയോട് കൂടിയിട്ടാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ തന്നെ ധാരാളം മതി. ഉപാധിയുമായിട്ടുള്ള സംബന്ധം ഇല്ലാത്ത ഒരു തലവും തനിക്കുണ്ട് എന്നും അതാണ് തൻ്റെ വാസ്തവികമായിട്ടുള്ള തലം എന്നും തിരിച്ചറിയാനായിട്ട്. വേറെ നമ്മൾ ഉപനിഷത്തിലേക്ക് ഊളിയിട്ട് പോയിട്ട് മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മുടെ ജീവിതാനുഭവങ്ങൾ തന്നെ അപഗ്രഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ അതിന് തക്ക വിധത്തിലുള്ള ജീവിതാനുഭവങ്ങളാണ് ഈ ജീവന് കൊടുത്തിട്ടുള്ളത്. ആ അനുഭവങ്ങളെ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഉപാധി സംബന്ധമില്ലാത്ത ഒരു തലം തനിക്കുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കും, അല്ലേ? ജാഗ്രത സ്വപ്ന സുഷുപ്തികളാകുന്ന അനുഭവങ്ങൾ ഭഗവാൻ തന്നിട്ടുണ്ട് ജീവന്. അപ്പം ആ അനുഭവങ്ങളെ ഒന്ന് വിചാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാവും? സ്ഥൂല ശരീരവുമായിട്ടോ സൂക്ഷ്മ ശരീരവുമായിട്ടോ കാരണ ശരീരവുമായിട്ടോ ഉള്ള സംബന്ധം എന്നുള്ളത് എന്താണ്? സ്ഥായി ആയിട്ടുള്ളതല്ല. സ്ഥൂല ശരീര സംബന്ധമില്ലാതെയും ഞാൻ ഉണ്ട്. സ്ഥൂല ശരീര സംബന്ധമില്ലാതെ ആകുമ്പോൾ ഞാൻ ഇല്ലാതെ ആയി പോകുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എന്നുള്ളത് ഉണ്ടാവരുത്.
പക്ഷേ സ്ഥൂല ശരീര സംബന്ധം വിട്ട് പതിയെ പതിയെ സ്വപ്നലോകത്തിലേക്ക് പോയി. അപ്പോഴും ഞാൻ എന്നുള്ളത് അവിടെ തന്നെ ഉണ്ട്. ഇനി അതും കഴിഞ്ഞ് കാരണശരീരം സുഷുപ്തിയിലേക്ക് പോയി. സുഷുപ്തിയിലേക്ക് പോകുമ്പോഴും അവിടെയും വ്യാവഹാരികനായിട്ടുള്ള ഞാൻ അസ്തമിക്കുന്നുണ്ടെങ്കിലും ഞാനെന്നുള്ള ബോധം അസ്തമിക്കുന്നില്ല. വ്യാവഹാരികനായിട്ടുള്ള ഞാൻ അവിടെ ലയിച്ചു പോകുന്നുണ്ട്. സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ അവിടെ ആരില്ല ഞാൻ ശരീരത്തിൽ അഭിമാനിക്കാനോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉറങ്ങുകയാണ് എന്ന് പറയാൻ പോലും ഒരാളവിടെ ഇല്ല. ആ ഒരു വ്യാവഹാരിക ജീവഭാവം അവിടെ ലയിച്ചു പോകുന്നുണ്ട്, നശിച്ചു പോകുന്നില്ല. നശിച്ചു പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഉണർന്നു വരുമ്പോൾ ഞാൻ എന്ന് പറയാൻ ഒരാളവിടെ ഉണ്ടാവില്ല. പക്ഷേ അത് ആ ഒരു ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് സൂക്ഷ്മ ശരീരം ലയിച്ചു പോകണമെന്നുള്ളത് കൊണ്ട് സൂക്ഷ്മ ശരീരത്തിൽ പ്രകടമായിട്ടുള്ള അഹങ്കാരം, ആ ജീവഭാവം അവിടെ ലയിച്ച് കിടക്കുക മാത്രമാണ് ചെയ്യുന്നത്. തിരിച്ച് സൂക്ഷ്മ ശരീരം ഉണർന്നു വരുമ്പോൾ ഞാനെന്നുള്ള അഭിമാനം ഉണർന്നു വരുന്നുണ്ട്. അപ്പോൾ അത് എന്ത് മനസ്സിലാക്കുക, അത് ഇല്ലാണ്ടേ ആയിട്ടില്ല, അത് ലയിച്ചു പോയിരിക്കുകയാണ്. അപ്പം സുഷുപ്തിയിൽ ഈ വ്യാവഹാരികനായിട്ടുള്ള ജീവൻ പ്രകടനല്ല. പക്ഷേ ആ വ്യാവഹാരിക ജീവന്റെ അഭാവത്തെ പോലും അറിയുന്ന ബോധം, ആ ബോധഭാവത്തിൽ അഹം എന്നുള്ള സത്യം അവിടെ ഉണർന്നിരിക്കുന്നു. ആ ബോധം സുഷുപ്തിയിലും അസ്തമിക്കുന്നില്ല. സുഷുപ്തി കഴിഞ്ഞിട്ട് ഉണർന്നു വരുന്ന ഒരാളോട് എന്തായിരുന്നു അനുഭവം എന്ന് ചോദിച്ചാൽ അയാൾ എന്ത് പറയും? ഞാനൊന്നും അറിഞ്ഞില്ല, സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയും, അല്ലേ? അപ്പോൾ അവിടെ ആ ഞാനെന്നുള്ള ബോധം മറവില്ലാതെ അവിടെയും ഏതുപോലെ ജാഗ്രതത്തിലും സ്വപ്നത്തിലും ആ ബോധത്തിന് യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാവണില്ലയോ അതുപോലെ തന്നെ സുഷുപ്തിയിലും ആ ബോധത്തിന് യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ഇനി ഒരുപാട് ചിന്തകൾ ചെയ്യണം. അത് മുന്നോട്ട് പോകുമ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് ചെയ്യുമെന്ന് വിചാരിക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവം തന്നെ മതി നമുക്ക് ഈ ഉപാധികളുമായിട്ടുള്ള സംബന്ധം ഒരു താൽക്കാലികമായിട്ടുള്ള സംബന്ധം മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കാൻ. ഉപാധി സംബന്ധം ഇല്ലെങ്കിലും ഞാനെന്നുള്ളത് ഇല്ലാതെ ആവണില്ല. അതുകൊണ്ട് ഉപാധി സംബന്ധം എന്താണ്? മായികമായിട്ടുള്ളതാണ് അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ സംസാരിയായിട്ടുള്ള ഈ ജീവൻ ശാസ്ത്രവിചാരം ചെയ്യുമ്പോൾ എന്താ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ സംസാരഭാവം എന്നിൽ കൽപ്പിതമായിട്ടുള്ളത് മാത്രമാണ്. വാസ്തവത്തിൽ ഞാൻ ആരാണ്? പൂർണ്ണസ്വരൂപനാണ്. ദേശകാല വസ്തുഗതമായിട്ടുള്ള ഒരു പരിമിതി ഇല്ലാത്ത പൂർണ്ണസ്വരൂപമാണ് ഞാൻ. ദേശഗതമായിട്ടുള്ള പരിമിതി എങ്ങനെ മനസ്സിലാക്കാം? ഞാൻ ഇവിടെ മാത്രമുള്ള ആളാണ്, ഈ ഒരു പരിധീൻ്റെ പുറത്തേക്ക് ഞാനില്ല. അതാണ് നമ്മുടെ അനുഭവം, ജീവന്റെ അനുഭവം അതാണ്, അല്ലേ? ഇത് ഞാനാണ്, ഇവിടെ തൊട്ടാൽ ഞാൻ എന്നുള്ള ബോധം അനുഭവം നമുക്കുണ്ട്, ഇവിടെ തൊട്ടാലും ഞാനെന്നുള്ള അനുഭവമുണ്ട്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ തൊടുമ്പോൾ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ, പക്ഷെ ഇവിടെ തൊടുമ്പോൾ ഞാനെന്നുള്ള അനുഭവമില്ല. അപ്പം ഈ ശരീരത്തിൽ ഒതുങ്ങിയിട്ടുള്ളൊരു ഞാനെന്നുള്ള അഭിമാനമാണ് ജീവന് ഉണ്ടാവുന്നത്. അപ്പോൾ ശരീരഗതമായിട്ടുള്ള അഭിമാനത്തോട് കൂടിയിട്ടാണ് ജീവൻ കഴിയുന്നത്. ആ ഒരു അഭിമാനം ഉള്ളത് കൊണ്ടാണ് ദേശഗതമായിട്ടുള്ള പരിമിതി, ഞാൻ ഈ ഒരു പരിധിയിൽ മാത്രം ഒതുങ്ങിയവനാണ് എന്നുള്ള ആ പരിമിത ബോധം ഉണ്ടാവുന്നത്. പക്ഷേ ശാസ്ത്രം എന്തു പറയണു? ശരീരസംബന്ധം എന്നുള്ളത് എന്താണ്? മായികമായിട്ടുള്ളതാണെന്ന് പറയുന്നു. അപ്പോൾ ശരീരസംബന്ധം ഇല്ലാതെയും ഒരു ഞാനുണ്ട്. ആ ഞാൻ ഈ ശരീരത്തിൻ്റെ ഒരു എന്താ പറയുക പരിധിയിൽ ഒതുങ്ങിയിട്ടുള്ളതല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേശഗതമായിട്ടുള്ള പരിമിതി വാസ്തവത്തിൽ എന്നിലില്ല, വാസ്തവത്തിലില്ല. ഇപ്പം ഉണ്ട് എന്നുള്ള അഭിമാനത്തോട് കൂടിയിട്ടാണ് കഴിയുന്നത്. സംഗതി ശരി തന്നെ, പക്ഷെ വിചാരം ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് ഈ ശരീരത്തോട് ചേർത്തിട്ടുള്ള അഭിമാനം കൊണ്ട് മാത്രം എനിക്കുണ്ടാവുന്ന പ്രതീതിയാണ്. വാസ്തവത്തിൽ ഞാൻ ഈ കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും പോലും, കാലത്തിലേക്ക് നമ്മൾ പറഞ്ഞു, എല്ലാ ദേശത്തും വ്യാപിച്ചവനാണ് ഞാൻ. അഥവാ എല്ലാ ദേശത്തും വ്യാപിച്ചവൻ എന്നുള്ളത് പോലും പറയുന്നത് ശരിയല്ല. ഞാനാകുന്ന സ്വരൂപത്തിൽ നിലകൊള്ളുന്ന, ഏതുപോലെ ഞാനാകുന്ന അറിവിൽ ഈ ശരീരാഭിമാനം നിലകൊള്ളുന്നുണ്ടോ അതുപോലെ തന്നെ ഞാനാകുന്ന സത്യത്തിൽ നിലകൊള്ളുന്ന ഒരു
വ്യാവഹാരികത മാത്രമാണ് ദേശം എന്നുള്ളത് പോലും എന്നുള്ളതിലേക്ക് നമ്മളുടെ ഞാൻ എന്നുള്ള ബോധത്തെ ശാസ്ത്രം എന്ത് ചെയ്യുന്നു? പരിധി ഇല്ലാത്തതാക്കിയിട്ട് തീർക്കുന്നു. കാലഗതമായിട്ടുള്ള പരിമിതി. എങ്ങനെയാ കാലഗതമായിട്ടുള്ള പരിമിതി നമ്മളിൽ മനസ്സിലാക്കുക? ഞാൻ ഇന്ന ദിവസം ജനിച്ച ആളാണ്, അല്ലേ? ഇത്ര വയസ്സായി, എനിക്ക് ഇന്ന കാലത്ത് മരിച്ചു പോകാം, ജാതകത്തിൽ എഴുതിയിട്ടുണ്ട്, എത്ര വയസ്സ് വരെയാണെന്നുള്ളത് എഴുതിയിട്ടുണ്ട്, ശേഷം ചിന്തിയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയാണ് എൻ്റെ ആയുസ്, അല്ലേ? അപ്പം ഇതിൻ്റെ മുന്നേ ഞാനില്ല, ഇത് കഴിഞ്ഞാലും ഞാനില്ല. അപ്പം കാലഗതമായിട്ടുള്ള പരിമിതിയെ. പക്ഷേ ശാസ്ത്രം എന്ത് പറയണു? നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നചൈവ ന ഭവിഷ്യാമഹ സർവേ വയമതഃ പരം. ഭഗവാൻ ഗീതയിൽ അർജുനനെ കൊടുക്കുന്ന ആദ്യത്തെ ഡോസിൽ പെട്ടതാണ്. എന്താ പറയണത്? ഞാനോ നീയോ ഈ രാജാക്കന്മാരോ ആവട്ടെ, മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതില്ല, ഇനി ഇല്ലാതെ ആവും എന്നുള്ളതും ഇല്ല, നിശ്ചയമായിട്ടും ഉണ്ട് തന്നെ. എന്നുവെച്ചാൽ ഭൂതത്തിലില്ല എന്നുള്ളതോ ഭാവിയിൽ ഇല്ലാതാവും എന്നുള്ളതോ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ നടുക്കുണ്ട് എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. മുമ്പുണ്ടായിരുന്നില്ല എന്നുള്ളതില്ല, ഇനി ഇല്ലാതെ ആവും എന്നുള്ളതും ഇല്ല എന്ന് പറയുമ്പോൾ ഭൂതം, വർത്തമാനം, ഭാവി എന്നുള്ള ആ ഒരു കാലത്തിൻ്റെതായിട്ടുള്ള വേർതിരിവ് വാസ്തവത്തിൽ ഇല്ലാത്തതാകുന്നു ആത്മാ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളെന്താ വിചാരിക്കുന്നത്? ഈ ശരീര സംബന്ധം കൊണ്ട് നമ്മൾ വിചാരിക്കുന്നു ഇന്ന ദിവസം ജനിച്ച് ഇന്ന ദിവസം മരിക്കുന്ന ഇത്രയും പോകുന്ന ഒരു അസ്തിത്വം മാത്രമുള്ളതാണ് ഞാൻ എന്ന് വിചാരിക്കുന്നു. എന്നാൽ ആത്മസ്വരൂപത്തെക്കുറിച്ച് ശാസ്ത്രം പറയുന്നതിന് വിചാരം ചെയ്യുന്ന സമയത്ത്, ഇനി നമ്മുടെ അനുഭവം വിചാരം ചെയ്യുന്ന സമയത്ത്, അതാണല്ലോ ദേഹിനോസ്മിൻ യഥാ ദേഹേ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഉദാഹരണം എടുത്തു പറഞ്ഞത്. എങ്ങനെയാണ് ഒരു ദേഹിക്ക് ഈ ശരീരത്തിൽ കൗമാരം, യൗവനം, ജര തുടങ്ങിയിട്ടുള്ള അവസ്ഥകളൊക്കെ മാറി മാറി വരുന്നത്, അതേപോലെ തന്നെയുള്ള ദേഹാന്തര പ്രാപ്തി. അല്ലാതെ ആത്മാവിനൊരിക്കലും ജനനമോ മരണമോ ഒന്നും സംഭവിക്കണില്ല. ജനനവും മരണവും ഒന്നുമില്ലാതെ സദാ എല്ലാ ജനനത്തിനും മരണത്തിനും ഒക്കെ സാക്ഷിയായിട്ട് നിലകൊള്ളുന്ന ബോധമാകുന്നു ആത്മാ. അപ്പൊ കാലം എന്നുള്ളത് പോലും ഈ ആത്മാവിൽ കൽപ്പിതമായിട്ടുള്ളതാണ്. ഏതുപോലെ ദേശം കൽപ്പിതമായിട്ടുള്ളതാണോ അതുപോലെ തന്നെ കൽപ്പിതമായിട്ടുള്ളതാണ് കാലം എന്നുള്ള ഘടകവും. അപ്പൊ കാലദേശങ്ങൾക്ക് പോലും അധിഷ്ഠാനമായിട്ടുള്ള സ്വരൂപമാണ് ഞാൻ എന്ന് ശാസ്ത്രം ബോധിപ്പിക്കുന്നു. പരിമിതി ഉള്ളവനാണെന്ന് ആദ്യം വിചാരിച്ചു, പക്ഷെ ശാസ്ത്രം എന്ത് പറഞ്ഞു? ആ പരിമിതി വാസ്തവത്തിലുള്ളതല്ല. അപ്പൊ പരിമിതി ഇല്ലാത്ത സ്വരൂപമാണ് വാസ്തവത്തിൽ നമ്മുടെ സ്വരൂപം. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? പരിമിതി ഉള്ളവനാണ് ഞാൻ എന്നുള്ള തെറ്റിദ്ധാരണയാണ് പ്രശ്നം. അതാണല്ലോ സംസാര കാരണം. അപ്പൊ സംസാരം നീങ്ങണമെങ്കിൽ എന്തേ ചെയ്യണ്ടു? നമ്മൾ മെനക്കെട്ടിട്ട് നമ്മളെ പരിമിതികളൊക്കെ എന്താ പറയുക നീക്കിക്കളയാനായിട്ട് പരിശ്രമിക്കണ്ട. പരിമിതികളെ നീക്കിക്കളയാൻ പരിശ്രമിക്കണം ഒരു ഘട്ടത്തിൽ. ചിത്തശുദ്ധി കൈവരിക്കുന്ന ഘട്ടം വരെ നമുക്ക് എന്തൊക്കെ ദോഷങ്ങൾ ചിത്തത്തിലുണ്ടോ അതിനെയൊക്കെ നീക്കാനായിട്ട് പരിശ്രമിക്കണം. അങ്ങനെ ചിത്തശുദ്ധി കൈവരുമ്പോൾ എന്ത് ബോധിക്കാൻ സാധിക്കും? ശാസ്ത്രശ്രവണത്തിനുള്ള അവസരം കിട്ടുമ്പോൾ ചിത്തശുദ്ധിയിൽ നമുക്ക് ബോധിക്കാൻ സാധിക്കും. എന്ത് ബോധിക്കാൻ സാധിക്കും? ഈ പരിമിതി എന്നുള്ളത് വാസ്തവത്തിൽ ഉള്ളതല്ല. പരിമിതി തെറ്റിദ്ധാരണ കൊണ്ട് മാത്രം, ശരീര സംബന്ധം കൊണ്ട് മാത്രം തെറ്റിദ്ധരിച്ചതാണ് ഞാൻ പരിമിതനാണെന്നുള്ളത്. വാസ്തവം എന്താണ്? ഈ ശരീര സംബന്ധം ഇല്ലാത്ത, ദേശകാല വസ്തുപരിധി ഇല്ലാത്ത സ്വരൂപമാണ് ഞാൻ. ഇതാണ് സത്യം. ശരി, അതാണ് സത്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇപ്പം അറിവില്ലാത്തത്? ഇപ്പം അറിവുണ്ടെങ്കിൽ നമ്മൾ സംസാരിയായിട്ടിരിക്കില്ല, അല്ലേ? ഇപ്പോഴേ ഞാൻ ശരീര സംബന്ധമില്ലാത്തവനാണ്, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനാണ്, കാലദേശ പരിധി ഇല്ലാത്തവനാണ് എന്ന് ഇപ്പോഴേ അറിയുന്നുണ്ടോ? അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കാമല്ലോ, അല്ലേ? ഇപ്പോഴേ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരി ആയിരിക്കില്ല. സംസാരിയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അനുഭവം. എന്താണ് ലക്ഷണം? സംസാരിയാണെന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുക? എന്താ ലക്ഷണം? സംസാരത്തിൻ്റെ ലക്ഷണം എന്താ? ഭഗവാൻ ഗീതയിൽ പറയും ശോകമോഹങ്ങളാണ് സംസാര ലക്ഷണം, അല്ലേ? ശോകം എന്താണ്? ശോകം തന്നെ. മോഹം അവിവേകം. എന്താ വിവേകം? ഞാൻ മനുഷ്യനാണ്, ഞാൻ ജനിച്ച ആളാണ്, ഞാൻ മരിക്കുന്ന ആളാണ്, അല്ലേ? ഈ വിധത്തിലുള്ള അവിവേകം. അപ്പൊ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സംസാരിത്വമുണ്ട്. അല്ലെങ്കിൽ അപൂർണത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ
സംസാരിത്വം ഉണ്ട്. അപ്പോൾ സംസാരിയായിട്ടാണ് ഇപ്പം ഞാൻ എന്നെ അറിയുന്നത്. അതെന്താ അങ്ങനെ? ഞാൻ വാസ്തവത്തിൽ പൂർണ്ണസ്വരൂപനായിട്ടും എന്തുകൊണ്ടാണ് ഇപ്പം ഞാൻ എന്നെ സംസാരിയായിട്ട് അറിയുന്നത്? എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ട് പൂർണ്ണത നേടിയെടുക്കേണ്ടതാണെങ്കിൽ ശരി, ഇപ്പം ഞാൻ സംസാരിയായിട്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ സംസാരിയാണെന്നുണ്ടെങ്കിൽ അതിനൊരു യുക്തിയുണ്ട്. പക്ഷേ ഞാൻ സ്വതവേ സംസാരിയല്ല, പൂർണ്ണസ്വരൂപനായിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ അപൂർണനായിട്ട്? എവിടുന്നാ ഇത്തിരി സുഖം കിട്ടുക? ഇവിടെ ആരോ ഒന്ന് എൻ്റെ ദുഃഖം നീക്കിത്തരിക? എന്ത് ചെയ്താലാണ് എനിക്ക് തൃപ്തി വരിക എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ അലഞ്ഞു നടക്കാൻ എന്താ കാരണം? അയ്യോ, മരണം വരാൻ പോകുന്നുണ്ടല്ലോ, ഭയം അല്ലേ? അപ്പം എന്തുകൊണ്ടാണ് ഈ സംസാരിത്വം? എന്താണ് അതിനുള്ള മറുപടി? എന്തുകൊണ്ടാണ് സംസാരിത്വം? സിമ്പിളല്ലേ? സ്വതവേ പൂർണ്ണസ്വരൂപമാണെങ്കിലും അത് എന്താ ശാരദമ്മേ, അതറിയുന്നില്ല അല്ലേ? ഈ ഉറങ്ങിക്കിടക്കുന്ന ആളെ അറിയണില്ല. എന്ത്? ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇയാള് സ്വപ്നത്തിൽ വിചാരിക്കുകയാണ്, ഞാൻ കൊടുങ്കാട്ടിലാണ് അകപ്പെട്ടിട്ടുള്ളത്, എൻ്റെ പിന്നാലെ അതാ കടുവ ഓടി വരണു, ഇപ്പം തിന്നും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇയാൾ ഓടുകയാണ്. ആ ആൾക്ക് അറിയാന്ന് വെച്ചോട്ടെ, എന്ത്? ഞാൻ കൊടുങ്കാട്ടിലല്ല, എൻ്റെ വീട്ടിലാണ്, എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ആശ്രമത്തിൽ അല്ലേ, മുറിക്കുള്ളിൽ വാതിലടച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് എന്ന് അറിയുന്നു വെച്ചോട്ടെ. അറിയുന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാൾ ആ സ്വപ്ന ദൃശ്യം കൊണ്ട് ഭയപ്പെടില്ല. പക്ഷെ ആ വ്യക്തിത്വം പൂർണ്ണമായിട്ട് അങ്ങോട്ട് മറന്നുപോയി. എന്നിട്ട് ഇപ്പോൾ എന്താ വിചാരിക്കുന്നത്? ഈ സ്വപ്നഗതനായിട്ടുള്ള ആളാണ് ഞാൻ എന്നാ വിചാരിക്കുന്നത്. അപ്പോൾ സ്വപ്ന അനുഭവങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴിയുള്ളത്? കടുവേനെ കൊല്ലുക എന്നുള്ളതാണോ വഴി? അല്ലെങ്കിൽ അയാളെ ആ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണോ വഴി? എന്താ വഴിയുള്ളത്? ഒരേ ഒരു വഴിയുള്ളൂ. എന്താണ് ആ വഴി? ആ ഉറക്കത്തിൽ നിന്ന് അയാൾ ഉണർത്തുക, അത്രേ ചെയ്യേണ്ടതുള്ളൂ. അപ്പം ആ ഉണർത്തലാണ് ശാസ്ത്രം ചെയ്യുന്നത് എന്ന് ചുരുക്കം. വേദാന്ത ശാസ്ത്രം, ആത്മതത്വത്തെ ബോധിപ്പിക്കുന്ന ശാസ്ത്രം ഉറക്കത്തിൽ കിടന്നിട്ട് ഇങ്ങനെ പല അനുഭവങ്ങൾ സത്യമാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഭയന്ന് വിറച്ചോടിക്കൊണ്ടിരിക്കുന്ന ജീവനെ ആ ഉറക്കത്തിൽ നിന്നും പിടിച്ചു കുലുക്കിയിട്ട് ഉണർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ഉണർത്തുക എന്നുള്ളത് നമ്മുടെ അറിവിലുള്ള തെറ്റിദ്ധാരണയെ നീക്കുന്നതിലൂടെയാണ് ഈ ഉണർത്തത്. മറ്റേ ഉറങ്ങിക്കിടക്കുന്ന ആളെ പിടിച്ചു കുലുക്കിയാൽ അയാൾ ഉണരും. പക്ഷെ ഇവിടെ ഞാൻ ഉണർന്നിട്ടാണുള്ളത് എന്ന് വിചാരിച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെയുള്ള ആൾക്ക് അയാൾ ആദ്യം ഉറക്കത്തിലാണ് എന്നൊന്ന് ബോധിപ്പിച്ചു കൊടുക്കണം. ഇല്ല, ഇത് ഉണർവല്ല, ഇത് ശരിക്കും ഒരു നിദ്രയാണ് എന്ന് ആദ്യം ബോധിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അയാളുടെ തെറ്റിദ്ധാരണയിൽ നിന്നും പതുക്കെ അയാളെ ഉദ്ധരിക്കണം. ആ ഉദ്ധരിക്കലാണ് ശാസ്ത്രം ചെയ്യുന്നത്. അപ്പോൾ ബോധകമായിട്ടുള്ള വാക്യം കൊണ്ട്, ആത്മതത്വത്തെ ബോധിപ്പിക്കുന്നവയായിട്ടുള്ള വാക്യങ്ങളെ കൊണ്ട് എന്താ പ്രയോജനം? കാരകമായിട്ടുള്ള വാക്യങ്ങളെ കൊണ്ടല്ലേ പ്രയോജനമുള്ളൂ. ജ്ഞാപകമായിട്ടുള്ള വാക്യങ്ങളെ കൊണ്ട് പ്രയോജനമുണ്ടോ ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രയോജനമുണ്ട്. കാരകമായിട്ടുള്ള വാക്യത്തിന് പ്രയോജനമുണ്ട്. കാരകം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന വിധിപരമായിട്ടുള്ള വാക്യങ്ങൾക്ക് പ്രയോജനമുണ്ട്. പക്ഷെ അത് അജ്ഞാനിയായിരിക്കുന്ന ജീവനെ സംബന്ധിച്ചിടത്തോളാണ്. അജ്ഞാനത്തിൽ നിന്നും ഉണർത്താൻ വേണ്ടിയിട്ട്, അതായത് കർമ്മഫലമൊക്കെ ഇച്ഛിക്കുന്ന തലത്തിൽ കാരകമായിട്ടുള്ള വാക്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്. പക്ഷേ അതിൽ നിന്നും മുക്തനാവാനായിട്ട് ഇച്ഛിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇനി എന്തല്ല വേണ്ടത്? എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രേരണയല്ല വേണ്ടത്, മറിച്ച് അതിൽ നിന്നും അയാളെ ഉണർത്താനുള്ള, ആ കർത്തൃത്വഭാവത്തിൽ നിന്നും അയാളെ ഉണർത്താൻ തക്ക വിധത്തിലുള്ള അറിവ് മാത്രമാണ് വേണ്ടത്. ആ അറിവിനെ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഈ ഉപനിഷത്തുകൾ ചെയ്യുന്നത്. അറിവ് ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഉപനിഷത്തുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതതർത്ഥങ്ങളായിട്ടുള്ള വാക്യങ്ങൾക്ക് അനർത്ഥക്യം ഇല്ല. കർമ്മപരമല്ലാത്ത വേദവാക്യങ്ങൾ അനർത്ഥകങ്ങളാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അതിനെ അങ്ങനെയുള്ള വാക്യങ്ങൾക്കാണ്, അങ്ങനെയുള്ള ബോധക വാക്യങ്ങൾക്കാണ് വാസ്തവത്തിൽ ശാസ്ത്രത്തിൻ്റെ പ്രയോജനത്തെ നമുക്ക് തരാൻ പറ്റുന്നത്. മോക്ഷം എന്ന പ്രയോജനം നമുക്ക് ആ ഒരു അറിവിലൂടെ മാത്രമേ നേടാൻ സാധിക്കുള്ളൂ. കാരണം അറിവില്ലാത്തതാണ് പ്രശ്ന കാരണം അല്ലേ? ഇരുട്ടുള്ള ഒരു മുറിയിലേക്ക് ആ ഇരുട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറേ വലിയ കൊട്ടകൾ കൊണ്ടുവന്നിട്ട് ഇരുട്ടൊക്കെ കോരിക്കളയെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല അല്ലേ? ആ ഇരുട്ട് നീങ്ങാൻ ഒറ്റ കാര്യം ചെയ്യേണ്ടതുള്ളൂ. എന്താ വേണ്ടത്? എത്ര
കാലം ഇരുട്ട് പിടിച്ച് കിടന്ന മുറിയായാലും തിരക്കിടില്ല. ആ ഇരുട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു ദീപം തെളിയിച്ച് വെച്ചാൽ മതി. അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴാണോ ആ ആത്മാകാര വൃത്തി ഉദിക്കുന്നത്, അപ്പോൾ എത്രയോ ജന്മങ്ങളായിട്ട് കൽപ്പങ്ങളായിട്ട് അജ്ഞാനിയായിട്ട് കിടന്ന ജീവനായാലും ആ ബോധ്യം ഉള്ളിൽ ഉണരും. അഹം പൂർണ്ണോസ്മി എന്നുള്ള ബോധ്യം ഉള്ളിൽ ഉണരും. അത് ഉണർത്താൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രം നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഈ മന്ത്രങ്ങൾ അനർത്ഥകങ്ങളല്ല, എന്നാലൊട്ട് കർമ്മപരങ്ങളും അല്ല. കർമ്മപരങ്ങളല്ലെങ്കിലും അനർത്ഥകങ്ങളല്ല. കാരണം ഇവ ആത്മതത്വത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളാണ്. ആത്മതത്വത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾക്ക് എന്താ പ്രയോജനം ചോദിച്ചാൽ അവയാണ് മോക്ഷമാകുന്ന പ്രയോജനത്തെ ഉണ്ടാക്കുന്നത്. കാരണം ബന്ധനം എന്നുള്ളത് അജ്ഞാനകൃതമാണ്. അജ്ഞാനം കൊണ്ടാണ് ബദ്ധനാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത്. ആ തെറ്റിദ്ധാരണ നീങ്ങാൻ വിജ്ഞാനം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ആ വിജ്ഞാനമാണ് ശാസ്ത്രം പ്രദാനം ചെയ്യുന്നത്. വ്യക്തമാണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള, നമ്മൾ പറഞ്ഞു, വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഭാഷ്യം രചിച്ചുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ നമ്മളെ ഈശാവാസ്യ ഉപനിഷത്തിലേക്ക് നയിക്കുന്നത്. അടുത്ത ഭാഗം വായിക്കുകയാണ്. യോഗി കർമ്മഫലേന അർത്ഥി ദൃഷ്ടേന ബ്രഹ്മവർച്ചസാദിന അദൃഷ്ടേന സ്വർഗാദിനാച്ച ദ്വിജാതിരഹം ന കാണകുബ്ജത്വാദി അനധികാര പ്രയോജകധർമ്മവാൻ ഇതി ആത്മാനം മന്യത്തെ സഹ അധിക്രിയത്തെ കർമ്മസു ഇതി ഹി അധികാരവിദോ വദന്തി. യോഗി ഒന്നുകൂടി, യോഗി കർമ്മഫലേന അർത്ഥി ദൃഷ്ടേന ബ്രഹ്മവർച്ചസാദിന അദൃഷ്ടേന സ്വർഗാദിനാ ച ദ്വിജാതിരഹം ന കാണകുബ്ജത്വാദി അനധികാരപ്രയോജകധർമ്മവാൻ ഇതി. എന്താണ് പാഠം വ്യത്യാസമുണ്ടോ? എന്താ പറഞ്ഞത്? വ്യത്യാസമുണ്ടോ? ഇല്ലല്ലോ. ന കാണകുബ്ജത്വാദി അനധികാര പ്രയോജക ധർമ്മവാൻ അല്ലേ? ആ വായിക്കൂ. ന കാണകുബ്ജത്വാദി അനധികാര പ്രയോജക ധർമ്മവാൻ ഇതി ആത്മാനം മന്യത്തെ സഹ അധിക്രിയത്തെ കർമ്മസു ഇതി ഹി അധികാരവിദഃ വദന്തി. അവിടെ നിൽക്കട്ടെ അല്ലേ, മുന്നോട്ട് പോയിട്ടില്ല. സമയം 8 മണി ആയതുകൊണ്ട് നിർത്തുകയാണ്. 8:05 ആയിട്ടില്ല. അപ്പോൾ എന്താ വായിക്കുന്നതിൽ ഒരു തപ്പൽ വന്നോ? സന്ധി മുറിച്ചപ്പോൾ ഒരു സംശയം, അതാണോ പ്രശ്നം? സന്ധി മുറിച്ചപ്പോഴുള്ള സംശയം. അപ്പം സന്ധി ഏതാ വരുന്നത് ഇവിടെ? യോ ഹി കർമ്മഫലേന അർത്ഥി. യഹ എന്നുള്ളതാണ് യോ എന്നായിട്ട് മാറുന്നത്. പിന്നെ അർത്ഥി ദൃഷ്ടേന ബ്രഹ്മവർച്ചസാദിന. ആദിന അദൃഷ്ടേന എന്നുള്ളത് അവിടെ സന്ധി വരാം. ചിലതിൽ മുറിച്ചെഴുതിയിട്ടുണ്ടാവും, പക്ഷെ അവിടെ സന്ധി വരാം. പിന്നെ അദൃഷ്ടേന സ്വർഗാദിനാച ദ്വിജാതിരഹം. അവിടെ മുറിക്കേണ്ടതുണ്ടോ? ദ്വിജാതിഹി അഹം. ദ്വിജാതിഹി അഹമാണ് ദ്വിജാതിരഹം. ന കാണകുബ്ജത്വാദി അനധികാര പ്രയോജക ധർമ്മവാൻ. അവിടെ നമുക്ക് മുറിക്കാൻ പറ്റില്ല ശരിക്കും, അത് സമസ്ത പദമാണ്. ന കാണകുബ്ജത്വാദി അനധികാര പ്രയോജക ധർമ്മവാൻ ഇതി. ധർമ്മവാൻ ഇതി എന്നുള്ളിടത്ത് സന്ധി വരാം. ധർമ്മവാൻ ഇതി സന്ധി ഇല്ല, ചേർത്തെഴുതാം. ധർമ്മവാൻ ഇതി ആത്മാനം മന്യത്തെ സഹ അധിക്രിയത്തെ കർമ്മസു. സഹ അധിക്രിയത്തെ എന്നുള്ളത് സന്ധി വരുന്നുണ്ടോ? എങ്ങനെയാണ് പുസ്തകത്തിലുള്ളത്? സോധിക്രിയത്തെ. സന്ധി ഏതാണ്? പദാന്താത് അതി അല്ലേ? സോധിക്രിയത്തെ കർമ്മസു ഇതി ഹി അധികാരവിദോ വദന്തി. തസ്മാത് ഏതേ മന്ത്രാഃ ആത്മനഃ യാഥാത്മ്യപ്രകാശനേന ആത്മവിഷയം സ്വാഭാവികം അജ്ഞാനം നിവർത്തയന്തഃ ശോകമോഹാദി സംസാരധർമ്മവിച്ഛിത്തി സാധനം ആത്മൈകത്വാദി വിജ്ഞാനം ഉത്പാദയന്തി. ഇത്യവം ഉക്ത അധികാരി അഭിധേയ സംബന്ധ പ്രയോജനാൻ മന്ത്രാൻ
സംക്ഷേപതഃ വ്യാഖ്യാസ്യാമഃ. ഇങ്ങനെയാണ് ആരംഭഭാഷ്യം. അതിൽ ഈ വാക്യങ്ങൾ നമുക്ക് നാളെ പറയാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി.